കഷ്ടപ്പെട്ട് 5 വർഷത്തെ കഷ്ടപ്പാടാ സർ. ഒന്ന് പ്ലേറ്റ് കമഴ്ത്തി നോക്കി. ഒന്ന് കെട്ടിച്ചിടാൻ ട്രൈ ചെയ്തു ജസ്റ്റ് ഒന്ന്. അപ്പോഴത്തേക്കുമാണ് ഈ ഫോർച്യൂണിൻ്റെ സ്കോളർഷിപ്പ് കിട്ടിയത്. അത് ഞാൻ എൻ്റെ ടേബിളിൻ്റെ മുന്നിലൊക്കെ എഴുതിയിട്ടുണ്ട്. എവറി എംബിഷൻ നീഡ്സ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. എപ്പോഴും ഹാർഡ് വർക്ക് എപ്പോഴും അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കരുത്. Hello everyone, welcome to Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം 196 റാങ്ക് നേടിയ വർക്കലയിൽ നിന്നുള്ള സൗമ്യയാണ്. സൗമ്യയുടെ തന്നെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് സൗമ്യ. സൗമ്യയുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, നാട്, ഫാമിലി, വീട്ടിൽ ആരൊക്കെയുണ്ട്, അതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? സർ, എൻ്റെ വീട് വർക്കലയാണ്. വർക്കല അയിരൂർ എന്നൊരു ഗ്രാമത്തിലാണ്. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ അവിടെ തന്നെയാണ്. MJ മോഡൽ സ്കൂളിൽ ഞാൻ +2 വരെ ചെയ്തത്. പിന്നെ ശ്രീനാരായണ കോളേജ് ഓഫ് ടെക്നോളജി വടക്കേവിള കൊല്ലത്താണ് ഞാൻ പിന്നെ ഗ്രാജുവേഷൻ ചെയ്തത്. BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛൻ പൂജാരിയാണ്, അമ്മ ഹൗസ് വൈഫാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി എഡിനോറയിൽ റിസർച്ച് അസിസ്റ്റൻ്റാണ്. ചേച്ചി കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉണ്ട്. സൗമ്യയുടെ നാട്ടിൽ നിന്നോ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും സിവിൽ സർവീസിലോ അങ്ങനെ ഉന്നത ഗവൺമെൻറ് പദവികൾ എന്തെങ്കിലും അലങ്കരിച്ചിട്ടുണ്ടോ? എൻ്റെ റിലേറ്റീവ്സ് അങ്ങനെ ആരും ഗവൺമെൻറ്റിലില്ല. ആകെ എൻ്റെ അച്ഛൻ്റെ ഒരു ബ്രദറുണ്ട്. പുള്ളി പ്ലാനിംഗ് ബോർഡിലായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി. അവിടെ തന്നെ രംഗകലാ കേന്ദ്രം, അവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കമ്പനിയാണ്. ഒരു SPV പോലെ. അപ്പോൾ അവിടെയാണ് പുള്ളിയാണ് ഫൗണ്ടർ എന്ന് പറയുന്നത്. വേറെ ആരും അങ്ങനെ ഗ്രാമത്തിലൊന്നും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് സൗമ്യക്ക് ഈ സിവിൽ സർവീസ് എന്നുള്ള ആഗ്രഹം വന്നത്? കാരണം നമ്മുടെ ആ ഒരു ഇമ്മീഡിയറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നത്? സാർ, എനിക്കും എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് കൊച്ചിൽ തൊട്ടുള്ള ആഗ്രഹമാണെന്ന്. എനിക്കങ്ങനെ കൊച്ചിലെ ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ഞാൻ കളക്ടർ എന്ന് പറയുന്നൊരു പോസ്റ്റ് എന്താണെന്ന് പോലും പ്രോപ്പറായിട്ട് അറിയില്ലായിരുന്നു. ഏതോ മഴ വരുമ്പോൾ അവധി ഡിക്ലെയർ ചെയ്യുക, സ്കൂൾ തൊട്ട് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു 2018 എൻ്റെ കോളേജ് ടൈമിൽ ഫ്ലഡ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ സിവിൽ സർവീസസിലെ വർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഇൻസ്പയർഡായി ഇതെന്താണെന്ന് അറിഞ്ഞ് അങ്ങനെയാണ് ശരിക്കും ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ഫ്ലഡ് കണ്ടു, ഒത്തിരി കളക്ടേഴ്സിൻ്റെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള വർക്ക് കണ്ടു. അപ്പോൾ ഇനി നമുക്ക് എവിടെ തുടങ്ങണം? സിവിൽ സർവീസ് ആകണമെന്നൊരാഗ്രഹം വന്നു. അതെ സർ. പക്ഷേ ഇനി എവിടെ തുടങ്ങണം, എന്ത് ചെയ്തു, എന്തായിരുന്നു ആ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ ഇയേഴ്സ് ഓഫ് പ്രിപ്പറേഷൻ? സർ, അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാതെ തുടങ്ങുമ്പോഴത്തേക്കും ഒരു വെപ്രാളം ഉണ്ടാവുമല്ലോ. ആ വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരടുത്താ പോയി ചോദിക്കേണ്ടത്, ആരും ഇതിലേക്കില്ല. പിന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഒരു സ്റ്റേറ്റ് അക്കാഡമി ഉണ്ടെന്ന് മനസ്സിലായി. അവിടുത്തെ സ്കോളർഷിപ്പ് അറ്റൻഡ് ചെയ്തു. അവിടെ കിട്ടി. അങ്ങനെ ഇതിനെപ്പറ്റി പിന്നെ പഠിക്കുന്നതും. പിന്നെ ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടാതിരുന്നപ്പോൾ കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനുള്ളൊരു ആകാംക്ഷ, അങ്ങനെ കുറേ ഇങ്ങനെ റിസർച്ചൊക്കെ ചെയ്യുന്ന പോലെ ചെയ്ത് പഠിച്ച് അങ്ങനെയാണ് സാർ വന്നത്. എത്രാമത്തെ അറ്റംപ്റ്റിലായിരുന്നു ആദ്യമായിട്ട് ഇപ്പോൾ പ്രിലിംസ് കിട്ടിയത്? എനിക്ക് എൻ്റെ 4th അറ്റംപ്റ്റിലാണ് പ്രിലിംസ് ആദ്യമായിട്ട് കിട്ടിയത്. അപ്പോൾ ആ ഒരു ജേർണി ഒന്ന് പറയാമോ? സർ, ആദ്യത്തെ 3 അറ്റംപ്റ്റ് എനിക്ക് പ്രിലിംസ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഷുവർ ആയിരുന്നു ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്ത ഒറ്റയടിക്ക് ഞാൻ ഇൻ്റർവ്യൂവിലേക്ക് എത്തും എന്നുള്ളൊരു ഷുവർ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ 4th അറ്റംപ്റ്റിൽ എൻ്റെ ഫോക്കസ് CSAT ആയിരുന്നു. ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് 2 പേപ്പറും കിട്ടിയില്ല. അത് പക്ഷേ ജസ്റ്റ് ഒരു സാമ്പിളായിരുന്നു. പക്ഷേ ബാക്കി 2 അറ്റംപ്റ്റിലും CSAT ആയിരുന്നു പോകുന്നത്. അപ്പം CSAT എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഒരു കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ബിന്ദു മാം. ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ മാത്സ് പഠിച്ചു. പിന്നെ എനിക്ക് ഫോർച്യൂണിൻ്റെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കോളർഷിപ്പ് വഴി ഞാൻ കുറേ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. പ്രിലിംസ് ആണെങ്കിലും CSAT ലാസ്റ്റ് ലാപ്പ് ആണെങ്കിലും. അങ്ങനെ ഒരുപാട് പ്രിലിംസിന് വർക്ക് ചെയ്തു. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ മാത്സ് പ്രോബ്ലംസ് ചെയ്ത് സ്പീഡ് കൂട്ടി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ 4th അറ്റംപ്റ്റിൽ പ്രിലിംസ് പാസ്. അതും കിട്ടുമെന്ന് വിചാരിച്ചില്ല. 2023 നല്ല പാട് പേപ്പറായിരുന്നു. കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഏറ്റവും പാടുള്ള പേപ്പർ തന്നെ ക്ലിയർ ചെയ്തു. ആ കൊല്ലം തന്നെ ഇൻ്റർവ്യൂവിനും കൂടി അല്ലേ? അതെ. എന്നിട്ട് ഫൈനൽ മാർക്ക് വന്നപ്പോൾ നമുക്ക് മെയിൻസ് എക്സാമിനേഷന് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. അതെ പക്ഷേ സർ. ഇൻ്റർവ്യൂവിന് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ഈ അറ്റംപ്റ്റിൽ സൗമ്യ മേ ബി ഏറ്റവും ഫോക്കസ് ചെയ്തത് ഇൻ്റർവ്യൂ പാർട്ടിലും കൂടി ആയിരിക്കാം. അതെ സർ. അപ്പോൾ ആ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? സർ, 4ാമത്തെ അറ്റംപ്റ്റിൽ ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മുടെ പേഴ്സണാലിറ്റി ആണല്ലോ ആഫ്റ്റർ ഓൾ അവർ നോക്കുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ തന്നെ ഒരു ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു
വഴിയൊന്നും ഞാൻ നോക്കിയില്ല. ജസ്റ്റ് ആൻസർ എങ്ങനെ പറയണം അത് മാത്രം ഞാനിങ്ങനെ ഫോക്കസ് ചെയ്തുള്ളൂ. അതുപോലെ ഞാൻ ലിമിറ്റഡ് ആയിട്ട് ഓൺലൈൻ പ്രിപ്പറേഷൻ മാത്രമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് എൻ്റെ അച്യുത് സാറാണ് എൻ്റെ ഇൻ്റർവ്യൂ മെൻറ്റർ. അപ്പോൾ സാറിനെ മാത്രം കാണാൻ വേണ്ടി വരും, തിരിച്ച് പോവും. പിന്നെ ആൻ്റൺ സാറിനെയും കാണും. അങ്ങനെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് ഉള്ള പ്രിപ്പറേഷനായിരുന്നു. അപ്പം അത് നല്ല രീതിയിൽ എന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ക്രൗഡ് കണ്ടപ്പോൾ ഞാൻ ആകെ ഒന്ന് നെർവസായി. അപ്പോൾ അത് നല്ല രീതിയിൽ എൻ്റെ മാർക്കിനെ റിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ 5th അറ്റംപ്റ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കംഫർട്ട് ഏരിയയിൽ മാറി നിന്നിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ വന്ന് താമസിച്ചു. എന്നിട്ട് മാക്സിമം കാണാവുന്നവരെയൊക്കെ കാണുക, എല്ലാവരുമായിട്ട് സംസാരിക്കുക, ഭയങ്കര സോഷ്യലൈസ് ചെയ്യുക, അങ്ങനെ ഒരു കൂൾ ഉണ്ടാക്കുക. ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഞാൻ 5th അറ്റംപ്റ്റ് ആയപ്പോൾ ഭയങ്കര കൂളായിട്ടപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഞാൻ സൗമ്യയും നന്ദനയും ഒത്തിരി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തിരുന്നു അല്ലേ? അതെ സർ. അപ്പോൾ അത് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു? സാർ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഇൻ്റർവ്യൂ എനിക്ക് അറിയില്ല എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ നോക്കിയിട്ടുള്ളത് ഇവിടെ വന്നാൽ കുറേ ആൾക്കാരെ സംസാരിക്കാൻ കിട്ടും, ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കാം, ആ ഒരു ലക്ഷ്യത്തോടെ ഇങ്ങോട്ട് വന്നേ. പക്ഷെ അങ്ങനെ പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇല്ല ആരും. ഒരേ വൈബിലുള്ള ആരെയും കിട്ടുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ നന്ദന ചുമ്മാ ഇരിക്കുന്നു. അപ്പോൾ നന്ദനോട് പറഞ്ഞു നമുക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാനും നന്ദനയും ഇങ്ങനെ ഇരുന്ന് രാത്രിയോളം സംസാരിക്കും. എപ്പോൾ ഞാൻ വിളിച്ചാലും നന്ദന അവൈലബിളാണ്, നന്ദന എപ്പോൾ വിളിച്ചാലും ഞാനും അവൈലബിളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇൻഫാക്ട് അതിൽ നിന്ന് കുറേയൊക്കെ ഇൻ്റർവ്യൂവിനും വന്നിട്ടുണ്ടായിരുന്നു, ഒറിജിനൽ ഇൻ്റർവ്യൂവിന്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. ചിലത് പറയുമ്പോൾ ഇത് ശരിയായില്ല, ഇത് നീ പറയണ്ടാന്ന്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഈവൻ ഓൺലൈനായിട്ട് ഡൽഹിയിൽ പോയപ്പോൾ കൂടെയും ഓൺലൈനായിട്ട് നമ്മൾ സംസാരിക്കുമായിരുന്നു. അവൾ അങ്ങോട്ട് പോയപ്പോഴും ഞാൻ ഓൺലൈനായിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഡെയിലി നമ്മൾ സംസാരിക്കുമായിരുന്നു. നമുക്ക് 5 അറ്റംപ്റ്റ് എടുത്തു. അപ്പോൾ 5 വർഷത്തോളം നമുക്ക് നല്ലൊരു ജോലിയില്ല ഈ എക്സാമിനേഷൻ പ്രോസസ്സിലാണ്. അതെ സർ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒബ്വിയസ്ലി ഒത്തിരി ഡൗൺ ആയി കാണും. അപ്പോൾ അച്ഛൻ ദൈവത്തോട് വളരെ ക്ലോസ് ആയ ഒരാളാണ്. അതെ സർ. അപ്പോൾ അച്ഛനോട് ചോദിച്ചില്ലേ, അച്ഛാ എനിക്കെന്താ കിട്ടാത്തത്? അങ്ങനെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടോ? അതെ സർ, ഉണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ അച്ഛൻ ഇങ്ങനെ പൂജാരിയാണ്, ആസ്ട്രോളജറാണ്. അപ്പം ഓരോരുത്തരുടെയും പ്രോബ്ലം സോൾവ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറയും, അപ്പ എനിക്കെന്താ അപ്പോൾ ഒന്ന് ശരിയാക്കി തരാത്തതെന്ന് ചോദിക്കും. അപ്പോൾ അപ്പം പറയും, നീ പഠിക്ക്, ദൈവം അപ്പം ശരിയാക്കും എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പനെ കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അപ്പനും കുറേയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ആഫ്റ്റർ ഓൾ ഇത് നമ്മുടെ ലക്ക് എന്ന് പറഞ്ഞ ഫാക്ടറിനപ്പുറം നമ്മുടെ ഹാർഡ് വർക്കും നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യണം ഇതിലേക്ക്. അപ്പം അത് ഞാൻ മാക്സിമം എൻ്റെ ഒരു 100 ഇട്ടാലല്ലേ ദൈവം ഒരു 2% എങ്കിലും ഇടുമല്ലോ. അപ്പോൾ ആ ഒരു ഫോക്കസാണ് എനിക്കുണ്ടായിരുന്നത്. ഈ വർഷം അത് നിറവേറി. അതെ സർ. നമ്മൾ വർക്കലയിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ വർക്കല എല്ലാവർക്കും പോകാൻ ആഗ്രഹമുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. അതെ സർ. സൗമ്യ അവിടെ നിന്നുള്ള ഒരാളായതുകൊണ്ട് സ്ഥിരം അവിടെ പോകുമായിരുന്നോ? ഇല്ല സർ, ഞാൻ അങ്ങനെ പോവാറില്ല. അതായത് ഞാൻ ഭയങ്കര റിസർവ്ഡ് ആയിട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ ഈ ബീച്ചൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഞാൻ ഈവൻ ബ്ലാക്ക് ബീച്ച് ഭയങ്കര അടുത്താണ്, ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല സർ, കണ്ടിട്ടില്ല. ഭയങ്കര റിസർവ്ഡ് എന്ന് വെച്ചാൽ അപ്പം പറയും അങ്ങോട്ടൊന്നും പോകരുത്, അതൊന്നും അത്ര പോവാൻ നല്ല സ്ഥലമല്ല എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞാൻ പുറത്ത് പോവും. അപ്പോൾ ബീച്ചാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ. കാരണം അതിനപ്പുറം പോകാൻ നമുക്ക് വേറെ സ്ഥലം അറിയില്ല. അപ്പം ബീച്ചിൽ പോവും, ക്ലിഫിൽ പോവും, അങ്ങനെയൊക്കെ. സ്കൂൾ കാലഘട്ടത്തിൽ തിയേറ്ററിലൊന്നും പോയിട്ടില്ല അല്ലേ? ഇല്ല സർ, ഞാൻ പോയിട്ടില്ല. അങ്ങനെ ലിമിറ്റഡ് ആയിട്ട് ആണ് സൗമ്യ കുറച്ച് വളർന്നു വന്നത്. അതെ. പക്ഷെ ഇപ്പം നമുക്ക് ഒത്തിരി ലിമിറ്റ്ലെസ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി ഉള്ളൊരു കരിയറിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. അതെ സർ. നമുക്ക് മോസ്റ്റ്ലി ITS എങ്ങാനുമായിരിക്കും ഈ കൊല്ലം കിട്ടുക. അപ്പോൾ അതിനെ ആ ഒരു പോസിബിലിറ്റി, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സൗമ്യ അതിനെ എങ്ങനെയാണ് കാണുന്നത്? സർ, ലിമിറ്റായിട്ടാണ് വളർന്നെങ്കിലും സ്കൂളിൽ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. കാണാവുന്ന എല്ലാത്തിനും ചേരും. ഡാൻസിന് ചേരും, പാട്ടിന് ചേരും. സ്പോർട്സിന് എന്നെ വിടത്തില്ല. കാരണം സ്പോർട്സിന് പോകണ്ട, ചാടണ്ട, ഓടണ്ട എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു അമ്മയായിരുന്നു സപ്പോർട്ട്? അമ്മയും വിടത്തില്ല. അമ്മ സ്പോർട്സ്, പെൺകുട്ടിയാ സ്പോർട്സിനൊന്നും പോകണ്ട, കറുത്ത് പോകും ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു അമ്മ. അപ്പോൾ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇതിപ്പം ആര് റെസ്ട്രിക്റ്റ് ചെയ്താലും ഞാൻ പോകും. ആ ഒരു ഇത് കഷ്ടപ്പെട്ട് 5 വർഷത്തെ കഷ്ടപ്പാടാ സർ. അപ്പം ഭയങ്കര സന്തോഷം. എനിക്കറിയില്ല സർ എങ്ങനെയൊക്കെയാ. IPS ആണെങ്കിൽ കൂടെയും അതൊരു ഭയങ്കര വലിയൊരു സർവീസാണ്. ഞാൻ ഉറപ്പായിട്ടും പോകും സർ. ഇപ്പോൾ ഈ IPS ട്രെയിനിങ് ഇപ്പോൾ പറഞ്ഞ പോലെ അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതെ സർ. അപ്പോൾ ട്രെയിനിങ് തന്നെ കുറച്ച് ഫിസിക്കലി എക്സേർട്ടിംഗ് ആണ്. അത് സൗമ്യ എങ്ങനെയെങ്കിലും ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല സർ, അങ്ങനെയൊന്നും ഇല്ല സർ. ബട്ട് ഐ എം നോട്ട് ഷുവർ എനിക്ക് IPS തന്നെ കിട്ടുമോയെന്ന് അറിയില്ല. പക്ഷെ കിട്ടുകയാണെങ്കിൽ
സാർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈവൻ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അമൃത സദീപൻ. അദ്ദേഹം അരിങ്ങേത്താണ്. അപ്പോൾ ഈ ഒരു സർ എൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്ന മുൻപ് എന്നെ വിളിച്ചായിരുന്നു. ബിക്കോസ് ലാസ്റ്റ് 200 മാർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയണം എങ്ങനെയാണ് ഇത്ര കിട്ടിയെന്നുള്ളത്. അപ്പം അവളിങ്ങനെ പറഞ്ഞു IPS ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാ. അത് സൂപ്പറാണെന്നാണ് പറയുന്നത്. ഓഫീസ് നമുക്കൊരു യൂണിഫോമിനൊക്കെ ഒരു ഇഷ്ടം തോന്നുമെന്ന് പറഞ്ഞു. അപ്പോൾ അതും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഐ വോണ്ട് ടു സീ എന്താ അവിടെ നടക്കുന്നതെന്നുള്ളത്. സൗമ്യ, നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. സൗമ്യക്ക് ആദ്യത്തെ 3 അറ്റംപ്റ്റിൽ പ്രിലിംസ് പോലും പാസ്സാവാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഫോർച്യൂണിൻ്റെ സ്കോളർഷിപ്പ് കിട്ടി. അതിനുശേഷമുള്ള ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസും മെയിൻസും ക്വാളിഫൈ ആയി. ഈ കൊല്ലം പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ എല്ലാം ക്വാളിഫൈ ആയി. അപ്പോൾ നമുക്ക് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഒരു റൈറ്റ് ഗൈഡൻസ് അല്ലെങ്കിൽ റൈറ്റ് മെൻറ്ററിങ്, അതിൻ്റെ ഒരു റോള് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? സർ സെൽഫ് പ്രിപ്പറേഷനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ്ങാണ്. അതേസമയം നമുക്കൊരു റൈറ്റ് മെൻറ്റർ ഉണ്ടെങ്കിൽ, റൈറ്റ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ കറക്റ്റ് വഴിയിൽ തന്നെ പോകുന്നത് എൻഷുർ ചെയ്യാനും പറ്റും. ഇപ്പം എൻ്റെ ആദ്യത്തെ 3 അറ്റംപ്റ്റ് ടൈമിൽ ആ ഒരു മെൻറ്റർഷിപ്പ് ആകട്ടെ ഗൈഡൻസ് പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വന്നു. എന്താണ് ക്ലിയർ എന്താണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങോട്ട് അതായത് 4ാമത്തെ അറ്റംപ്റ്റ് ടൈം ആയപ്പോഴത്തേക്കും ഫോർച്യൂൺ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. സോ ആ ടൈമിലുണ്ടായിരുന്ന ടെസ്റ്റ് ആവട്ടെ മെൻറ്റർഷിപ്പ് ആവട്ടെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇപ്പം മെയിൻസ് ആൻസർ റൈറ്റിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോലും ബൂസ്റ്റർ പ്രോഗ്രാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എനിക്കറിയില്ല അതൊരു പക്ഷേ വേറൊരു നോർമൽ ആയിരുന്നെങ്കിൽ എനിക്കതൊരു ഒരുപാട് ടൈം എടുത്തേനെ. സോ ഐ തിങ്ക് റൈറ്റ് ഗൈഡൻസ് ആണെങ്കിലും റൈറ്റ് മെൻറ്റർഷിപ്പ് ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അത്. സൗമ്യയുടെ ഇവിടുത്തെ മെൻറ്റേഴ്സിനെ കുറിച്ച്, അവരുടെ ഹെൽപ്പിനെ കുറിച്ച് അതൊന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാമോ? സർ ഇത് പറഞ്ഞറിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഷാദ് സാറിനെ പറ്റി തന്നെ പറയണം. സാറ് മെൻറ്റർഷിപ്പ് സാറുമായിട്ട് മീൻസ് ഇത് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് സാറുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈഫ് ലോങ് ആണ്. സാർ എൻ്റെ മെൻറ്റർഷിപ്പിന് ജസ്റ്റ് പരിചയപ്പെട്ടേ ഉള്ളൂ, അതായത് മെയിൻസ് മെൻറ്റർഷിപ്പിന്. സാർ എൻ്റെ ഈ അറ്റംപ്റ്റ് വരെ സാർ ഉണ്ടായിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂ റിസൾട്ട് വന്ന് കിട്ടാതായപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. ടെസ്റ്റ് ആയപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, സൗമ്യ ഓക്കെ അല്ലേ, സൗമ്യ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത്. സാർ എന്നെ വിളിച്ച് ഒരുപാട് കംഫർട്ട് ചെയ്തു, തുടങ്ങാൻ പറഞ്ഞു. അതുപോലെ നിതിൻ സാറാണെങ്കിലും സാറ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. സാറിൻ്റെ ഒരു മീം ഉണ്ടല്ലോ, ബാറ്റ്മാൻ്റെ ആണെന്ന് തോന്നുന്നു, ആ മീം അയക്കും സാറ്. അപ്പോൾ സാറും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യും. അച്യുത് സാറാണെങ്കിലും ഓൾവേസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആൻഡ്രോൺ സാറാണെങ്കിലും അങ്ങനെ മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ല, ഒരു ഫ്രണ്ട് എപ്പോഴും കൂടുതൽ ഒരു കമ്പാനിയൻ പോലെ ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു കമ്പാനിയൻ, നമ്മളിപ്പോൾ മെൻറ്റേഴ്സും കമ്പാനിയൻ ആയിട്ടുണ്ട്, നേരത്തെ പിയർ ഗ്രൂപ്പും കമ്പാനിയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പാനിയൻ ഉള്ളത് ഈ ഒരു എക്സാമിനേഷൻ പ്രോസസ്സ്, ഒത്തിരി അൺസർട്ടനിറ്റീസ് ഉള്ളൊരു എക്സാമിനേഷൻ പ്രോസസ്സ്, നമ്മുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? സർ ഈ എക്സാമിൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ തന്നെ സ്ട്രെസ്സാണ്. അതും അൺസർട്ടനിറ്റി. ഒരു വർഷം ഇതിനു വേണ്ടി കഷ്ടപ്പെടണം. പ്രിലിംസ് കിട്ടിയില്ലെങ്കിൽ ഒരു വർഷം വേസ്റ്റ് ആവും. അങ്ങനെ ഒരുപാട് പ്രോബ്ലം ഉണ്ടാവും. എല്ലാവർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഇവിടുത്തെ മെൻറ്റേഴ്സ് ഓൾറെഡി എക്സാംസ് അറിയാവുന്നവരാണ്, പ്രോസസ്സ് അറിയാവുന്ന, അവർക്ക് ഇത് പറഞ്ഞ് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് ഈ സ്ട്രെസ്സൊക്കെ ഞാനിങ്ങനെ ആർക്കിട്ട് പറയും, അത് പൊട്ടിത്തെറിച്ചൊന്ന് പൊട്ടിക്കരഞ്ഞാൽ കൊള്ളാവുന്നതെന്ന് പറയും. ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്ക് ഇത് കണ്ട് കരയാനേ പറ്റുള്ളൂ. അപ്പം ഇവിടുത്തെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പറയുമ്പം ഒരുപാട് ആശ്വാസം. ഇപ്പോൾ ഷാദ് സാർ തന്നെ എൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂ കിട്ടാതിരുന്നപ്പോൾ ഞാൻ ഒരുപാട് സാർ അത് വിളിച്ചപ്പോൾ ഒരു മോട്ടിവേഷനായിരുന്നു ടു റീസ്റ്റാർട്ട് എന്ന് പറയുന്നൊരു പ്രോസസ്സ്. അപ്പം ഒരുപാട് ഹെൽപ്ഫുൾ ഇങ്ങനെ മെൻറ്റേഴ്സ് ഇങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കിയും ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഇത്തരം പ്രോസസ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇതേ സമയം നമ്മളിപ്പോൾ 5 വർഷം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒത്തിരി പ്രഷേഴ്സ് ഉണ്ട്, റൈറ്റ്? ഒന്ന്, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല. 2, കല്യാണം എന്നുള്ളൊരു പ്രഷറും വരാം. എസ്പെഷ്യലി നമ്മുടെ ഗ്രാമത്തിൽ നിൽക്കുന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ സൗമ്യ അതെങ്ങനെ ടാക്കിൾ ചെയ്ത്, ഫാമിലി അതിലെങ്ങനെ സപ്പോർട്ട് ചെയ്തു? സർ എനിക്കൊരു 3rd അറ്റംപ്റ്റ് വരെ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനാണെങ്കിലും പറഞ്ഞു, "നീ പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല, നിനക്കിത് കിട്ടുന്ന." 3rd കിട്ടാതായപ്പോൾ അപ്പം പതുക്കെ ഒന്ന് പ്ലേറ്റ് കമഴ്ത്തി നോക്കി, ഒന്ന് കെട്ടിച്ചിടാൻ ട്രൈ ചെയ്തു, ജസ്റ്റ് ഒന്ന്. അപ്പോഴത്തേക്കുമാണ് ഈ ഫോർച്യൂണിൻ്റെ സ്കോളർഷിപ്പ് കിട്ടിയത്. അപ്പം ഇത്രയും കുട്ടികൾ എഴുതിയാൽ ഫസ്റ്റ് വന്നപ്പോൾ അപ്പനൊരു കോൺഫിഡൻസ് ആയി. അവൾക്ക് എന്തൊക്കെയോ അറിയാം, എന്തൊക്കെയോ കിട്ടും എന്നുള്ളത്. അപ്പോൾ ഒരു 4th അറ്റംപ്റ്റ് കൊടുക്കാൻ എനിക്കൊരു ടൈം കിട്ടി. അപ്പോൾ ഇൻ്റർവ്യൂ വരെ പോയി. പിന്നെ വീണ്ടും
ഇൻ്റർവ്യൂ വരെ പോയല്ലോ, ഒരു അറ്റംപ്റ്റ് കൂടെ കൊടുക്കട്ടെ. അങ്ങനെ 5th അറ്റംപ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അപ്പം പറയും, അന്നേ നീ കളയാത്തത് കാര്യമായി എന്ന് പറയും. അത് ഇപ്പം ഭയങ്കര സപ്പോർട്ടാണ് സർ. അപ്പോൾ ഒരു രീതിയിൽ കുറച്ചും കൂടെ സ്കോളർഷിപ്പ് ഒരു കച്ചിത്തുരുമ്പായിരുന്നു. സത്യം. നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് വരാം. സ്പെസിഫിക്സ് നമുക്ക് ആദ്യം പ്രിലിം സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാം. സൗമ്യ ആദ്യം പ്രിലിംസിൽ വരുത്തിയ മിസ്റ്റേക്സ് എന്തായിരുന്നു ആൻഡ് നമ്മൾ ക്ലിയർ ചെയ്ത വർഷം അതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്തത്? സർ, എൻ്റെ ആദ്യ അറ്റംപ്റ്റ് ഞാൻ 2020 കൊടുത്തത്. അപ്പോൾ എനിക്ക് പ്രിലിംസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് പ്രോപ്പർ ഐഡിയ ഇല്ല. കുറേ മിസ്ഗൈഡഡ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എങ്ങനെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ 2020 കൊടുത്തിട്ട് തോറ്റ ആളാണ്. പിന്നെ മനസ്സിലായത് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. അതായത് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത ഒരു കട്ട് ഓഫിൻ്റെ അകത്ത് വരണം, ആ ഒരു രീതിക്കും അതുപോലെ ഏതൊക്കെ സബ്ജക്റ്റാണ് എനിക്ക് വീക്ക് അല്ലാത്തതെന്ന് മനസ്സിലാക്കണം. അങ്ങനെ കുറേ ടൈം ഞാൻ അതിലേക്ക് സ്പെൻഡ് ചെയ്തു. പിന്നെ പ്രിലിംസിന് ചില ടോപ്പിക്സ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ചില റിപ്പീറ്റഡ് ടോപ്പിക്സ്, റിപ്പീറ്റഡ് ഏരിയാസ് ഉണ്ടാവും. അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഞാൻ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റാംസാർ സൈറ്റൊക്കെ റിപ്പീറ്റഡായി ചോദിക്കും. അതുപോലെ മാപ്പ്, അങ്ങനത്തെ ചില ടോപ്പിക്സ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കും. അതുപോലെ സിസാറ്റ് ആണെങ്കിലും സിസാറ്റിന് സർ സ്പീഡാണ് ഇമ്പോർട്ടൻറ്റ്. ആർക്കാണെങ്കിലും 80 ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യും. അത്ര സിമ്പിൾ അല്ല, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ 2 hours 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ് ടാസ്ക്. അപ്പം സ്പീഡാണ് സിസാറ്റിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഓരോ ആ പ്രിലിംസിന് ആവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രിലിംസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പ്രിലിംസിൻ്റെ ടൈമുണ്ട്. ഇത് നമ്മൾ എക്സാം ടൈം 9 to 12, 2 to 5. ആ ഒരു പ്രിലിംസ് മാത്രമല്ല, എൻ്റയർ പ്രോസസ്സ് എക്സാമിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ സമയത്ത് അലേർട്ടായിട്ടിരിക്കുക. പഠിച്ചില്ലെങ്കിലും വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക ആ ടൈമിൽ. ഉണർന്നിരിക്കുക, ഉറങ്ങല്ല, ഉറക്കമൊക്കെ കളയണം, ഉണർന്ന് നിൽക്കണം. അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ അതായിരുന്നു എൻ്റെ പ്രിലിംസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അതെ. അപ്പോൾ നമ്മുടെ ഒബ്വിയസ്ലി നമുക്ക് തുടക്കത്തിൽ കുറേ തെറ്റുകയും ചെയ്യും. പക്ഷേ ആ തെറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസ് ചെയ്ത് അതിൽ നിന്നുള്ള ലേണിങ്സ് അതെങ്ങനെയായിരുന്നു സൗമ്യ ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നത്? ടെസ്റ്റ് സീരീസ് ഞാൻ ഒരു ടെസ്റ്റ് സീരീസ് അല്ല, ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടെസ്റ്റ് സീരീസിൽ മാക്സിമം ഒരു 30 ക്വസ്റ്റ്യൻസ് ഇത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഒരു 60, ഒരു 3-4 ഒക്കെ ടെസ്റ്റ് സീരീസ് ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ചെയ്തിട്ട് ഇപ്പം ഞാൻ ആദ്യം ഒരു ട്രൈ ആയിട്ട് 80 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് എത്ര മാർക്ക് വരുന്നുണ്ടെന്ന് നോക്കും. അപ്പം കുറവാണെങ്കിൽ കുറച്ചും കൂടെ അറ്റംപ്റ്റ് ഞാൻ കൂട്ടും. അങ്ങനെ ഒരു കട്ട് ഓഫിൻ്റെ അകത്തെത്തിക്കാൻ നോക്കും. എന്നിട്ട് അതിൽ തന്നെ ഞാൻ എവിടെ മിസ്റ്റേക്ക് ഉണ്ടാക്കിയെന്ന് നോക്കും. എൻ്റെ ഗെസ് എവിടെ വർക്കാവാത്തതെന്ന് നോക്കും. ചിലപ്പോൾ എനിക്ക് ഒട്ടും അറിയാത്ത ചില ഫാക്ച്വൽ കാര്യങ്ങളായിരിക്കും. ഞാനതൊരു ചെറിയൊരു പേപ്പറിൽ എഴുതി വയ്ക്കും. സോ ദാറ്റ് എനിക്കത് റിവൈസ് ചെയ്യാമല്ലോ. എന്നിട്ട് പിന്നെ എനിക്ക് ഈ പേപ്പർ നോക്കാൻ ഇടവരുത്തരുത്. ആ ഒരു രീതിക്ക് ഞാൻ ആ പേപ്പർ അനലൈസ് ചെയ്യും. പിന്നെ ടൈം ലിമിറ്റഡ് ആകുമ്പോൾ ഒരു ദിവസം 2 എണ്ണമൊക്കെ ചെയ്യുന്നത്, രാവിലെയും ഉച്ചയ്ക്ക്. സിസാറ്റ് അല്ല, പ്രിലിംസ് മറ്റേ ഫസ്റ്റ് പേപ്പർ തന്നെ. അത് ചെയ്തിട്ട് ഇതുപോലെ എഴുതി വയ്ക്കും. അത് റിവൈസ് ചെയ്യും. അടുത്ത ദിവസം അടുത്ത വീണ്ടും ചെയ്യും. ഇതും റിവൈസ് ചെയ്യും. തലേ ദിവസത്തെ റിവൈസ് ചെയ്യും. അങ്ങനെ ഒരു റിവിഷൻ പ്രോസസ്സിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗസ് വർക്ക് ചെയ്യാനും ഞാൻ ശ്രമിച്ചു. മെയിൻസ് പ്രിപ്പറേഷൻ അതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയാമോ? സർ, മെയിൻസിന് എഗെയിൻ നമുക്ക് നോളജ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഏതൊരു ആസ്പിറൻറ്റിനും 1 വർഷം പ്രിപ്പറേഷന് മിനിമം നോളജ് കിട്ടുക. പക്ഷേ ആ നോളജ് എങ്ങനെയാണ് മെയിൻസിന് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് തിങ് സ്ട്രക്ചർ. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ടൈമിൽ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ ബൂസ്റ്റർ പ്രോഗ്രാം നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കണ്ടൻറ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ലപോലെ അനലൈസ് ചെയ്യും. നമുക്കറിയില്ല, പക്ഷെ ചില ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. എക്സാമ്പിൾ GS പേപ്പർ 3 തന്നെ MSMEs ഒക്കെ കുറേ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. MSMEs ആകട്ടെ, ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ആകട്ടെ, അങ്ങനെ കുറേ സാധനങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഫസ്റ്റ് പേപ്പറിന് കുറേ റിപ്പീറ്റഡ് വരാറുണ്ട്. ഈ റിപ്പീറ്റഡ് ടോപ്പിക്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കി വെച്ചു ഞാൻ. പിന്നെ ഞാൻ കറണ്ട് അഫയേഴ്സ് കമ്പാലേഷൻസിന് നോക്കും. അപ്പോൾ അതിലും എപ്പോഴും വരുന്ന ഹോട്ട് ടോപ്പിക്സിൻ്റെ നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് ഞാൻ റിവൈസ് ചെയ്യും. എന്നിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്യും. സോ ഫസ്റ്റ് ടൈം, അതായത് 4th അറ്റംപ്റ്റിൽ ആദ്യത്തെ മെയിൻസ് ടൈമിൽ ഞാൻ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യും, പഠിക്കും, അത്രേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ഞാൻ കുറേ ആൻസർ എഴുതാൻ തുടങ്ങി മെയിൻസ് ടൈമിൽ. പിന്നെ ന്യൂസ് പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെഷ്യലി ചില സാധനങ്ങൾ, ഇപ്പം നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ പറയുന്ന ചില കോട്ട്സ് ആവട്ടെ, വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് ഞാനൊരു വേർഡ് ഫയലാക്കിയിട്ട്
അതിൽ ഓരോ GS പേപ്പർ 1, 2, 3 ആക്കി അതിൽ എഴുതി വെക്കും. GS പേപ്പർ 4 കുറേ എക്സാമ്പിൾസും ഇതുപോലെ ന്യൂസ് പേപ്പറിനകത്ത് എഴുതി വെക്കും. സോ അത് യൂസ് ചെയ്യുമ്പോൾ ആൻസർ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടാവും. കേസ് സ്റ്റഡീസും സക്സസ് സ്റ്റോറീസൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യും. ഈ നോട്ട്സ് ഉണ്ടാക്കുന്നത് ഡിജിറ്റൽ ഫോർമാറ്റിലാണോ നമ്മുടെ ഹാർഡ് കോപ്പി തന്നെയായിരുന്നോ? രണ്ടായിട്ട് സാർ. ഹാർഡ് കോപ്പി ആയിട്ട് ഞാൻ നോട്ട്സ് ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് ചെയ്യുമായിരുന്നു. കാരണം ലാപ്ടോപ്പും കൊണ്ട് എല്ലായിടത്തും പോകാൻ പറ്റില്ലല്ലോ. ലാപ്ടോപ്പിനകത്ത് മിനിമൽ നോട്ട്സ് ഉണ്ടാക്കി വെക്കാം. ലൈക്ക് ഈ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, എഴുതി വെക്കുമ്പം അത്രയും ടൈം പോവും. അതുകൊണ്ട് വേർഡിൻ്റെ അകത്ത് തന്നെ സെർച്ച് ചെയ്ത് ഉടനെ ഇത് ആഡ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യും. സമയം നമ്മളിപ്പോൾ പ്രിലിംസിനെ കുറിച്ച് സംസാരിച്ചു, മെയിൻസിനെ കുറിച്ച് സംസാരിച്ചു. മെയിൻസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഓപ്ഷണൽ സബ്ജക്റ്റ്. സൗമ്യയുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് മലയാളം ലിറ്ററേച്ചർ ആയിരുന്നല്ലോ. അപ്പോൾ മലയാളത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് മലയാളം ലിറ്ററേച്ചർ ചൂസ് ചെയ്യാൻ കാര്യം? ബയോളജി ആയിരുന്നല്ലോ നമ്മൾ ബോട്ടണി ആയിരുന്നു. സാർ എനിക്ക് 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ബോട്ടണി ഉണ്ട്, മലയാളം ഉണ്ട്. ഞാൻ ഓൾറെഡി ഡിഗ്രി കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ചേർന്നുകൊണ്ട് ബോട്ടണി എടുക്കാമെന്ന് വെച്ചു. പക്ഷേ ബോട്ടണി 3 വർഷം കഷ്ടപ്പെട്ട പാസ്സായത്. അതുകൊണ്ട് അതെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ മലയാളം എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. മാത്രമല്ല ഞാൻ ഒരാളുടെ സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് മലയാളമായിരിക്കും കുറച്ചും കൂടെ സ്കോറിംഗ് എന്ന് പറഞ്ഞു. അതുപോലെ മലയാളത്തിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതായിരുന്നു. കണ്ണീരും കിനാവും ആണെങ്കിലും ഞാൻ കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ്. കവിതകളാണെങ്കിലും. അപ്പോൾ അത്രയും ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല എന്ന് വെച്ച് മലയാളം ഓപ്ഷനിൽ എടുത്തു ഞാൻ. ആൻഡ് ഓൾസോ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ മലയാളം ലിറ്ററേച്ചർ. ഇപ്പോൾ വിചാരിച്ച പോലെ ടൈം കുറച്ച് സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നോ? അതോ നല്ല ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നോ മലയാളം ലിറ്ററേച്ചറിൽ? അങ്ങനെ പറഞ്ഞാൽ സാർ കമ്പയർഡ് ടു GS എനിക്ക് തോന്നുന്നു അത്ര ടൈം വേണ്ടി വന്നില്ല. പക്ഷേ എന്നാലും ഞാൻ കുറേ നോട്ട്സ് ഉണ്ടാക്കുമായിരുന്നു. ടീച്ചറുടെ അടുത്ത് പോവുമായിരുന്നു, പഠിക്കുമായിരുന്നു, കുറേ ടെസ്റ്റ് എഴുതുമായിരുന്നു. എനിക്ക് പറ്റുന്ന അത്രയും ടെസ്റ്റ് എഴുതുമായിരുന്നു. എഴുതി കൈ തേയുന്നവരെ എഴുതുമായിരുന്നു. അപ്പോൾ അത്രയും മലയാളത്തിലേക്ക് ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവായെന്ന് തോന്നുന്നു. ഇപ്പോൾ മിൻ ടീച്ചറിനെ കുറിച്ച് പറഞ്ഞല്ലോ. മിൻ ടീച്ചറാണ് മലയാളം ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നത്. അപ്പോൾ മിൻ ടീച്ചറിൻ്റെ അപ്രോച്ച് ടു മലയാളം ആൻഡ് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു അതൊന്ന് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാമോ? സാർ 2 പേപ്പർ ഉണ്ടല്ലോ. പേപ്പർ 1 ഉണ്ട്, 2 ഉണ്ട്. പേപ്പർ 1 കുറച്ചുകൂടെ ഫാക്ച്വലാണ്, തിയറീസ് ആണ്. അപ്പം തിയറീസ് നമുക്ക് പഠിക്കാൻ പറ്റും. ഇൻ കേസ് നമുക്ക് കാണാതെ പഠിക്കാൻ വരെ പറ്റും. പക്ഷെ പേപ്പർ 2 അങ്ങനെയല്ല. ആരെങ്കിലും പറഞ്ഞു തരണം, അവരുടെ ഐഡിയാസ് കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. നമ്മുടെ തന്നെ ഐഡിയാസ് അത് വരാൻ ശ്രമിക്കണം. അപ്പോൾ മിനി ടീച്ചറുടെ ക്ലാസ്സിൽ പോകുമ്പം കവിതയാണെങ്കിലും കഥയാണെങ്കിലും ടീച്ചർ പറയുമ്പോൾ പെട്ടെന്നത് നമുക്ക് മനസ്സിലാവും. നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും, വളരെ ആഴത്തിൽ. നമ്മൾ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഓരോ വാക്കിൻ്റെ അർത്ഥം വരെ ടീച്ചർ പറഞ്ഞുതരും. മാത്രമല്ല ടീച്ചർ കുറേ കൊട്ടേഷൻസ് ഒക്കെ പറയും. എന്ത് പറഞ്ഞാലും അപ്പം എഴുതി വയ്ക്കുക, പഠിക്കുക. അതാണ്. പേപ്പർ 1ൻ്റെ ഫസ്റ്റ് യൂണിറ്റ് കുറച്ച് പാടാ മനസ്സിലാക്കാൻ. ടീച്ചർ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞ് നല്ലൊരു അടിത്തറ ഉണ്ടാക്കി തരും. അപ്പം ആ ഒരു അപ്രോച്ച് അതിൻ്റെ ടീച്ചറുണ്ട്. മാത്രമല്ല ടീച്ചർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഒരു മദർലി അഫെക്ഷൻ പോലെയൊക്കെ. അപ്പം അതും നമുക്ക് ഭയങ്കര ചില്ലായിട്ട് പഠിക്കാനും എനിക്ക് ഹെൽപ്പ് ചെയ്യും. സൗമ്യ, നമുക്ക് ഇപ്പോൾ ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉള്ള കാലമാണ്. മൊബൈൽ, സിനിമ, ഔട്ടിങ്സ്. അപ്പോൾ എന്നാൽ ഈ എക്സാമിനേഷൻ പ്രോസസ്സിൽ ഡിസ്ട്രാക്ഷൻസ് മിനിമൈസ് ചെയ്താലേ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ സൗമ്യ ഈ ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്തത്? സർ ഒന്നാമത് ഞാൻ ഈ മൊബൈൽ പേഴ്സൺ അല്ല. എനിക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഇല്ല. എനിക്ക് അറിഞ്ഞൂടാ. ഫേസ്ബുക്ക് ഇല്ല എനിക്ക്. ഇൻസ്റ്റഗ്രാമിന് ഇപ്പോഴാണ് തുടങ്ങിയത്. ആകെ വാട്സപ്പ് ആൻഡ് ടെലിഗ്രാം. അതും ഈ നോട്ട്സിനും സാറുമാരെ കോൺടാക്ട് ചെയ്യാനും വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ രീതിക്കുള്ള ഡിസ്ട്രാക്ഷൻ എനിക്കില്ല. ഞാൻ പണ്ട് ഒരുപാട് TV കാണുമായിരുന്നു. പക്ഷേ എപ്പോഴോ TV അടിച്ചു പോയതിന് ശേഷം എനിക്കെന്തോ അപ്പം പുതിയ TV വാങ്ങിച്ചുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്കായി. പിന്നെ എനിക്ക് TV കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി. പിന്നെ ഔട്ടിങ് ഞാൻ പോവാറില്ല. ഓൾറെഡി റിസർവ്ഡായി വീട്ടിൽ പുറത്ത് പോകരുത്, അല്ലെങ്കിൽ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്ത് പോകാറുമില്ല. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ആവശ്യമുള്ളത് പഠിക്കുക, അതിലേക്കൊരു എന്തെങ്കിലും ഒരു ജോലി കിട്ടുക, എന്നിട്ട് അടിച്ചു പൊളിക്കുക. ആ ഒരു രീതിക്ക് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് എനിക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഫോക്കസ്ഡ് ആയിരുന്നു ഞാൻ. ഫോക്കസ്ഡ് ആയിരുന്നു, പക്ഷേ അതെ. സിമ്പിൾ ആയിരുന്നു. സിമ്പിളായിരുന്നു. സൗമ്യ, നമുക്ക് ഒരു ചെറിയ റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക് പോവാം. റാപ്പിഡ് ഫയർ എന്ന് വെച്ചാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു 1-2 സെൻറ്റൻസിൽ പെട്ടെന്ന് അധികം ആലോചിക്കാതെ ഉത്തരം പറയാം. ഓക്കെ സാർ, ഐ ട്രൈ. സൗമ്യയുടെ ഫേവറേറ്റ് മോട്ടിവേഷണൽ കോട്ട്? എവറി എംബിഷൻ നീഡ്സ് പ്രിപ്പറേഷൻ. എവിടെയോ പേപ്പർ നോട്ട് എന്നൊരു ആ ബുക്കിൻ്റെ പേരിന് മറന്നുപോയി. ഒരു ബുക്കുണ്ട്, ആ ബുക്കിൻ്റെ അകത്തുള്ളൊരു കോട്ടായത്. അത് ഞാൻ എൻ്റെ ടേബിളിൻ്റെ മുന്നിലൊക്കെ എഴുതിയിട്ടുണ്ട്. എവറി എംബിഷൻ നീഡ്സ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. സൗമ്യയുടെ സ്റ്റഡി റൂമിൽ
കാണാൻ പറ്റുന്ന ഒരു 4 ഐറ്റംസ്, എപ്പോഴും ഉള്ള ഒരു 4 ഐറ്റംസ്. ബുക്ക് കാണും, വേൾഡ് മാപ്പ് ഒബ്വിയസ് ആയിട്ടും കാണും, പേന, ലാപ്ടോപ്പ്. UPSC പ്രിപ്പറേഷന് ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത 2-3 ബുക്സ്. ലക്ഷ്മികാന്ത്, സ്പെക്ട്രം, ജോഗ്രഫി, NCRTs. എസ്സേ പ്രിപ്പറേഷൻ. എഴുതുക അതാണ് എൻ്റെ എസ്സേ പ്രിപ്പറേഷൻ. ഫൈറോസിനെ കൊടുക്കുക പ്രത്യേകം എനിക്ക്. എത്തിക്സ് പ്രിപ്പറേഷൻ. ഇംതിയാസിൻ്റെ ക്ലാസ് പ്ലസ് കുറേ എക്സാമ്പിൾസ് ഉണ്ടാക്കുക, സ്വന്തം ലൈഫിൻ്റെ എക്സാംസ് ബീക്ക് ചെയ്തെടുക്കുക. UPSC പ്രിപ്പറേഷൻ ടൈമിൽ ഏറ്റവും ചാലഞ്ചിങ് മൊമെൻറ്റ്. ഫെയിലേഴ്സ് ഓവർകം ചെയ്യുക, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക, മോസ്റ്റ് ഡിഫിക്കൾട്ട്. ആൻഡ് ഓൾസോ ചുറ്റുമുള്ളവരുടെ ഓരോരുത്തർ പറയുമല്ലോ, കല്യാണം ആയില്ലേ മോളെ, ജോലി ആയില്ലേ മോളെ, അതിനെ ഓവർകം ചെയ്യുക, പുറത്തിറങ്ങുക. റിസൾട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ, ഈ കൊല്ലം റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു ഫസ്റ്റ് ഇമോഷൻസ്. ഞാനൊന്ന് ചെക്ക് ചെയ്തു സർ, ഇത് AI ജനറേറ്റഡ് ആയിരുന്നോ, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡൗട്ട്. പിന്നെ റിസൾട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഐ വാസ് ഓവർവെൽഡ്. ആ ഒരു ഇമോഷൻ ആൻസർ എനിക്ക്. സൗമ്യ, ലാസ്റ്റ് ക്ലീഷേഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആസ്പിറൻറ്റിന് സൗമ്യയ്ക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? സർ, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്ത് പോസിറ്റീവും നെഗറ്റീവും ഒന്ന് ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവണം. ഒരിക്കലും പാതി വഴിയിൽ കളഞ്ഞിട്ട് പോകരുത്. ബിക്കോസ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. ഞാൻ കളഞ്ഞിട്ട് പോകാൻ വേണ്ടി ഇരുന്ന ഒരാളാണ്, പക്ഷേ എനിക്ക് കിട്ടി. അതുകൊണ്ട് എപ്പോഴും ഹാർഡ് വർക്ക്, എപ്പോഴും അതിനൊരു റിസൾട്ട് കിട്ടിയിരിക്കരുത്. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്. സൗമ്യ, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. ഇഷ്ടപ്പെട്ട സർവീസ് കിട്ടി, ഒരു അടിപൊളി ലൈഫ് ആവട്ടെ മുമ്പോട്ട്. ഇറ്റ് വാസ് വണ്ടർഫുൾ ടോക്കിംഗ് ടു യു. താങ്ക് യു. താങ്ക് യു സർ. Fortune IAS Academy. More than just an academy.